മുഖ്യമന്ത്രിയുടെ വാദം പൊളിയതു 3 വർഷത്തിലാകെ പിടിച്ചത് 147.79 കിലോ സ്വർണമെന്ന മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടിച്ചത് 124.47 കിലോ സ്വർണം. 2020 മുതൽ പിടിച്ചത് 122.5 കോടിയുടെ ഹവാല പണം. അതിൽ 87.2 കോടിയും മലപ്പുറത്ത് നിന്ന്. സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു യു ടേൺ എടുത്തിരിക്കുകയാണ് നിലപാടിൽ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പതിവില്ലാത്ത വിധം പ്രത്യേകിച്ച് പി വി അൻവർ എംഎൽഎയുടെ വിമർശനങ്ങൾ അതിര് കടന്ന സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിൽ പി വി അൻവർ എംഎൽഎക്ക് മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നടത്തുന്നു. അതിന് ഉപോത്ഫലമായി ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത്, ഹവാല കടത്തുകളുടെ കണക്ക് കൃത്യമായി മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഇത് നാടിനെതിരായ കുറ്റകൃത്യമാണ് എന്നുള്ള പരാമർശം തന്നെയാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എന്നത് വ്യക്തമാകുന്ന രീതിയിൽ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് 3 വർഷത്തിനിടെ 147.79 കിലോ സ്വർണം പിടിക്കുന്നു. അതിൽ 124.47 കിലോ സ്വർണവും പിടിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 മുതൽ പിടിച്ച 122.5 കോടി ഹവാല പണത്തിൽ 87 കോടിയും മലപ്പുറത്ത് നിന്നാണെന്ന് മുഖ്യമന്ത്രി എടുത്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നു. അത് നാടിനെതിരായ കുറ്റകൃത്യമാണ്. അത് ഈ സ്വർണ്ണക്കടത്തിൽ പിടിയിലാകുന്നവർക്ക് അവർ അസന്തുഷ്ടരാകുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസിനെതിരായ ഈ ആരോപണങ്ങൾ എന്ന ആ വാർത്താ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ അന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞതാണ്. അതിൽ മലപ്പുറം ജില്ലയുടെ പേരെടുത്ത് പറഞ്ഞു. മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു. അത് അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലും ഇക്കാര്യങ്ങൾ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. പിന്നീട് ഇതൊരു വിവാദമായി മാറുമ്പോൾ പണ്ട് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയോ അവിടെ നടക്കുന്ന ഹവാല സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങളെ പറ്റിയോ മാധ്യമ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ വിമർശനം ഉയരുന്ന സമയത്ത് വലിയൊരു കൂട്ടുചേർന്ന് ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളും തീവ്ര സംഘടനകളും ഒക്കെ ഒന്ന് ചേർന്ന് ആ നിലപാടെടുത്ത ആളെ അല്ലെങ്കിൽ ആ നിലപാട് പറഞ്ഞ സംഘടനയെ, നിലപാട് പറയുന്ന ചാനലിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം കേന്ദ്രീകരിച്ച ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്, ഇത്തരം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്ന കാര്യമാണ്. അത് അദ്ദേഹം കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് കുറച്ച് വൈകി ഇത്തരത്തിൽ പി വി അൻവറിനെ പോലെ ഒരാൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുമ്പോൾ മാത്രമാണ് അത് ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ഈ അൻവറിന്റെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് മലപ്പുറത്തെ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ കൂടോടെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡിവൈഎസ്പി റാങ്കിലുള്ള എല്ലാ ആളുകളെയും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇവരെ മാറ്റുന്ന സമയത്ത് കെ ടി ജലീലിനെ പോലെയുള്ള നേതാക്കൾ വർഗീയ വിഷം വിമർശിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി നവമാധ്യമങ്ങളിൽ രംഗത്ത് വന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. അങ്ങനെ കൃത്യമായി ആ നടപടികൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് അവസാനമെങ്കിലും മുഖ്യമന്ത്രി പറയേണ്ടി വന്നു. ആ പറയേണ്ടി വന്ന സമയത്താണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. പിന്നീട് ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ വരുന്നു. ഒടുവിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ മുൻ നിലപാടുകളിൽ നിന്ന് മുഖ്യമന്ത്രി തിരിച്ചു പോവുകയാണ്. അത് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ വർഗീയ സംഘടനകളുടെയും അല്ലെങ്കിൽ തീവ്ര ന്യൂനപക്ഷ സംഘടനകളുടെയും ഒക്കെ ഒരു നിലപാടിൽ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പോലീസിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടത് ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിന് പിന്നിൽ മലപ്പുറത്ത് നിന്ന് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മലബാർ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന തീവ്ര നിലപാടുകാരായ സംഘടനകളുടെയൊക്കെ ഒരു നിലപാടും അവർ ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന വിമർശനങ്ങളും ഒക്കെ CPM-നെയും മുഖ്യമന്ത്രിയെയും വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. പ്രജിത്ത്, ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം എന്ന് കരുതാമല്ലോ? കൃത്യമാണ്. കാരണം ഈ അൻവർ കൊളുത്തിവിട്ട, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അന്ന് ഈ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കഴിയുമ്പോൾ തന്നെ മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയയുമായി അൻവറിന് ബന്ധമുണ്ട് എന്ന് പറയാതെ മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം വരുന്നു. ആ പറയുന്ന സമയത്ത്
പിന്നീട് അൻവർ അതിനെയാണ് ഏറ്റുപിടിക്കുന്നത്. അൻവറിനെ ഏറ്റവും കൂടുതൽ പ്രകോപിതനാക്കിയതും ആ പരാമർശമാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പരാമർശം വന്നതോടുകൂടി അൻവർ തന്റെ നിലപാടുകൾ കുറച്ചുകൂടി മതപരമാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. താനൊരു മുസ്ലിമാണ്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. പിന്നെ തുടർച്ചയായി മലപ്പുറത്തെ പോലീസ് സംവിധാനം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് വേട്ടയാടുന്നു എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അൻവർ ശ്രമിക്കുന്നു. അതിന്റെ അലയൊലികൾ മലബാർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേകിച്ച് CPM-നോട് ചേർന്ന് നിൽക്കുന്നുള്ള ഇടത് ഭാഗങ്ങളിൽ നിന്ന് നിൽക്കുന്ന ന്യൂനപക്ഷ നേതാക്കൾക്ക് പോലും ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്കുള്ള ഒരു വിരുദ്ധ സമീപനം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പിന്നീട് വിവരങ്ങൾ നൽകിയത്.